പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്.
നീ എവിടെ പോയാലും ഞാൻ നിനക്ക് ഉണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. നിക്കോദേമോസിനോടാണ് ആദ്യം സംസാരിക്കുന്നത്. എന്താണ്? ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്. എന്നിട്ട് ഈ ഇവിടെ വിഷയത്തിൽ ഞാൻ നിക്കോദേമോസിനെ കുറിച്ച് പറയുമ്പോൾ ജഡമെന്നാണ് ഈശോ പറഞ്ഞുകൊണ്ട് വരണതേ. അതാണ് വിഷയം. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജഡം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം ഇപ്പോഴാണ് ഈശോ. അത് നിക്കോദേമോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അതായത് ഈ കൽപ്പന ടെക്നിക്കലായിട്ട് കൽപ്പന പാലിച്ചു, അതിൻ്റെ അരൂപി അതാണ് ഈശോ അതിൻ്റെ അരൂപിയെ ഈശോ കൽപ്പനയുടെ ജിസ്റ്റ് എടുത്തിട്ട് അരൂപിയാണ് പറയണത്. എന്താണ്? എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള സംഭവത്തിന് അതാണ് അരൂപി എന്ന് പറയണത്. ഇവർ അത് വിട്ട് കളഞ്ഞിട്ട് ഇവർക്ക് സ്വർഗം അടിച്ചു മാറ്റാൻ വേണ്ടി കൽപ്പനകളെ അത് കൂടുതൽ ഭാരപ്പെട്ടതാക്കിയിട്ട് അവർക്ക് മാത്രം അത് പാലിക്കാൻ പറ്റുന്ന രീതി കൽപ്പനകൾക്ക് വ്യാഖ്യാനപ്പിരിവ് നൽകിയിട്ട് ഇവരത് പാലിച്ച് സംതൃപ്തി അടയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇന്ന് ഈശോ ജഡമെന്ന് വിളിക്കുക. എന്നിട്ട് പറയും, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണെന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളെല്ലാം നടത്തി ജഡമായിട്ട് ജീവിക്കും. ജഡമാണ് ഈ ജഡത്തിൻ്റെ നമ്മൾ ശരിക്കും സഭയിലെ ആൾക്കാർ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് സങ്കടകരമായൊരു തിരിച്ചറിവാണ്. ഈ 50 അല്ലെങ്കിൽ 60% ജഡമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തെ കാണുന്നതും അവരുടെ ദൈവത്തോട് അടുക്കുന്നതും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ദൈവത്തിന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഒരു നടപ്പാത നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട്, നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിലൂടെ നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനുഷ്യർക്ക് പോകാൻ വേണ്ടിയാണ്, വാഹനത്തിന് പോകാനല്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവത്തിന് സൈഡ് ചേർന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയും കുരിശിൻ്റെ വഴിയൊക്കെ കാര്യമായിട്ട് നടന്നോളും. ഈ വാഹനങ്ങൾ പോണ നടുക്കൂടിയാണ്. അവിടെ മനുഷ്യൻ്റെ കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും അതുപോലെ തന്നെ ആക്രാന്തങ്ങളും ഇതെല്ലാം മെയിൻ സ്ട്രീമിലാണ് പോണത്. അതുകൊണ്ടാണ് അതിനാണ് ജഡമെന്ന് പറയുന്നതിൻ്റെ കാരണം. നിങ്ങളിപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ കർത്താവ് ഇയാളെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യാനതെന്ന് ഓർത്തേക്കണം. നിക്കോദേമോസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അവിടെ. അപ്പം നിക്കോദേമോസിനെ ട്രീറ്റ് ചെയ്യുകയാണ് ശരിക്കും ഇനി മുന്നോട്ടുള്ള വഴികളിലേക്ക്. ഇനി ഓരോരുത്തരുടെ ഈശോ എടുത്തെടുത്ത് ട്രീറ്റ് ചെയ്യണത് കാണാം. ഇപ്പം 4-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഈശോ സമരക്കാരത്തെ ട്രീറ്റ് ചെയ്യും. 5-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ബെത്സൈദ കുളത്തിലെ രോഗിയെ ട്രീറ്റ് ചെയ്യും. ഇത്രയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ ദിവ്യകുർബാനയുടെ ഡിസ്കോഴ്സിലേക്ക് പോണത്. വളരെ ചിട്ടപ്പെടുത്തിയാണ് യോഹന്നാൻ അത് വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, നമുക്ക് ഈ ടോക്കിന് പരിമിതികളുണ്ട്. ഈ അച്ഛൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കാര്യം എനിക്ക് വളരെ നിർബന്ധമാണ് അച്ഛൻ്റെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ അച്ഛൻ്റെ ടോക്ക് രാവിലെയുള്ള ശുശ്രൂഷ കൂടുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ശരിക്കും ഉപവസിച്ചും രാത്രി പ്രാർത്ഥിച്ചും വെളുപ്പ് എഴുന്നേറ്റ് പ്രത്യേകം പ്രാർത്ഥിച്ച് ഞങ്ങൾക്കിവിടെ കർത്താവിൻ്റെ അടുത്ത് ഇതൊരു എൻ്റെ മുറിയുടെ മുകളിൽ ഈ സൈലൻ്റ് സെനക്കളെന്നും പറഞ്ഞ് വളരെ നിശബ്ദമായി ഇരുട്ട് കുത്തിയ ഒരു ദിവ്യകാരുണ്യ ആരാധന സങ്കേതമുണ്ട്. അവിടെ ലൈറ്റൊന്നുമില്ല. അവിടെ മണിക്കൂറുകളോളം ഞങ്ങൾ ഇരിക്കും. സ്റ്റാഫ് എല്ലാം ഇരിക്കും, അരമണിക്കൂർ. അപ്പം ഞാൻ 2-3 സമയത്ത് അവിടെ പോയി ഇരിക്കും. അതുപോലെ അങ്ങനെ കർത്താവുമായിട്ട് ആലോചിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചാണ് നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കണത്. അപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ ഒരു വയറന്മാരായിട്ട് പോകരുത്. മറിച്ച് കർത്താവ് പറഞ്ഞ പോലെ ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവുമാണ്. അപ്പം ജഡികമായിട്ട് തന്നെ പോയാൽ നമ്മൾ ജഡികമായിട്ട് തന്നെ മരിക്കും.
അതുകൊണ്ട് പെന്തക്കോസ്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആത്മാവിൽ വളരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജഡത്തെ പാകപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പം ആത്മാവിന് ജഡത്തെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് ശരിക്കും ഈ കൽപ്പനകളെല്ലാം വന്നത്. ജഡത്തെ പാകപ്പെടുത്തിയെടുക്കാൻ. പക്ഷേ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കല്ലും ഒരു കാറ്റും തമ്മിൽ വല്ല മാർഗമുണ്ടാവും. തമ്മിൽ തണ്ണി രണ്ടല്ലേ. അപ്പം അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ജഡത്തെ പാകപ്പെടുത്താൻ ഈശോ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആത്മാവാണെന്നതിൻ്റെ നമ്മൾ വായിച്ചില്ലേ? 4:24 യോഹന്നാന്റെ സുവിശേഷം. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പം ഈ ആത്മാവായ ദൈവം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഡമായ മനുഷ്യന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഈ മെറ്റീരിയലാണല്ലോ, ഈ മെറ്റീരിയലിന് ദൈവം ഡിവിനൈസ് ചെയ്തെടുക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലെടുക്കും. അതെങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഈ 3:16 പറയണത്. തൻ്റെ ഏകജാതയെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പം നമ്മൾ ഓർക്കും, ഈ ഏകജാതനിലൂടെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹം ഈ നമ്മളിലേക്ക് ഇപ്പോൾ കറണ്ട് കടത്തി വിടുന്ന പോലെ ദൈവസ്നേഹം കടത്തി വിട്ടിട്ട് ഈ മെറ്റീരിയലിനെ ശരിക്കും സ്പിരിച്വലൈസ് ചെയ്താണ് ഈ കണ്ടത്. മെറ്റീരിയലിന് അപ്പം നമ്മളിൽ ദൈവത്തോട് സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളാകുന്ന ജഡം മെറ്റീരിയലിന് സ്പിരിച്വലൈസ് ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് കമ്മ്യൂണിക്കബിളാകും. അല്ലെങ്കിൽ ജഡമായിട്ടിരിക്കും, ദൈവമായിട്ടിരിക്കും. ഇതിൻ്റെ അകത്ത് ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്കുള്ള ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും ആത്മാവിനെ നിറയാനും വളരാനുള്ളൊരു മാർഗം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ സാക്ഷിയായി മാറാൻ വേണ്ടി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയ തമ്പുരാനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അനൂസി ജോയ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാനിപ്പോൾ ഇന്നിവിടെ വന്ന് 8ാമത്തെ തവണ ഉടമ്പടി പുതുക്കി. ഞാൻ ആദ്യമേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ നിയോഗത്തിൽ വെച്ച ഒരു കാര്യമാണ്. 10 വർഷമായ ഒരു ബാങ്കിൽ എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു. കൊറോണയുടെ സമയം വരെ എനിക്കത് കറക്റ്റായിട്ട് അടച്ചു പോകാൻ പറ്റി. അതിനുശേഷം അത് മുടക്കം വന്നു. ലാസ്റ്റ് ഞങ്ങൾ ബോംബെയിലാണ് താമസം. അപ്പം കൊറോണ സമയത്ത് മുടക്ക് വന്നതോടുകൂടി അവർ ജപ്തി നടപടിയുമായിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ പപ്പായും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവർ ഈ മാർച്ച് മാസം സമയത്ത് അവർ വീട്ടിൽ വന്നു. അവർ പറഞ്ഞു വീടിൻ്റെ അവിടെ നോട്ടീസ് ഒട്ടിക്കും, അതൊട്ടിക്കും ഇങ്ങനെയെന്ന് പറഞ്ഞ് പപ്പായും മമ്മിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമാണ്. ഇപ്പം നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേരെ മാതാവിൻ്റെ അടുത്ത് എന്ന് പറയുക, അത്രേ ഉള്ളൂ. ബാക്കി വേണേൽ മാതാവ് നോക്കിക്കോളൂ. അത്രയ്ക്ക് നമുക്ക് ഒരു ശക്തിയാണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ അപ്പോൾ ആദ്യം അവർ പറഞ്ഞു 1,00,000 രൂപ ആദ്യമേ അടയ്ക്കണം. ഞാൻ പറഞ്ഞു ആ ശരി. ഇത്രാം തീയതി ഒരു ഡേറ്റ് പറഞ്ഞു. ആ മാതാവിനോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ കൊണ്ട് 1,00,000 രൂപ അടച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ജപ്തിയുടെ കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ആ ലോണ് ഫുൾ കംപ്ലീറ്റായിട്ട് എനിക്ക് അടച്ച് എൻ്റെ ആധാരം എടുത്ത് എനിക്ക് വീട്ടിൽ കൊണ്ടുവെക്കുവാൻ വേണ്ടി പറ്റി. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അമ്മ മാതാവിൻ്റെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ല. കാരണം പ്രായമായ അപ്പനും അമ്മയും അവർക്ക് സങ്കടമായിരുന്നു വീട് ജപ്തി ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അതിന് എനിക്ക് എൻ്റെ മാതാവ് ആ പ്രമാണമെടുത്ത് വീട്ടിൽ കൊണ്ടുവെക്കുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് കോടാനുകൂടി നന്ദി
ഞാനൊരു 4 ഉടമ്പടി 5 ഉടമ്പടിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ ചെറിയ തിരിച്ചടികൾ വരുവാൻ തുടങ്ങി. ആദ്യത്തെ ഉടമ്പടി എടുത്ത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. എങ്കിലും എനിക്കിടയ്ക്ക് ചില കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഓർത്തടാ ഇതെന്ത് പറ്റി? പിന്നാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മാത്രം തമ്പുരാനോട് പറയുമായിരുന്നു. അയ്യോ എൻ്റെ ലോണിൻ്റെ കാര്യം, എൻ്റെ പിള്ളേരുടെ പഠിത്തം, അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ തോന്നി, ചേട്ടാ നിൻ്റെ കാര്യങ്ങൾ നീ വിട്ടുകളാ. അന്ന് ആ 4ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒന്നുമേ പറയാറില്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആത്മീയമായ കാര്യങ്ങളിൽ എനിക്ക് നല്ല ഉയർച്ച ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വൈഫ് ജോലിയിലാണ്. അപ്പോൾ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിനെ വീട്ടിൽ നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോയാൽ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ഓൺലൈനായിട്ടുള്ള ജോലികൾ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ എത്രയോ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. അപ്പം ഞാൻ ഈ വിശുദ്ധ മദ്ബായിലെ ശുശ്രൂഷകനുമാണ്. അപ്പോൾ ഞങ്ങളുടെ ആ പള്ളിയിൽ 14 വർഷമായിട്ട് പ്രധാന ശുശ്രൂഷകൻ എന്നൊരു ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ 14 ഞാൻ അവിടെ ചെന്ന് ഈ ഉടമ്പടിയിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ പ്രധാന ശുശ്രൂഷകനായി അവിടുന്ന് എന്നെ നിയമിച്ചു. അതുകൊണ്ട് ആത്മീയമായ കാര്യങ്ങളിൽ എനിക്ക് ഒത്തിരി മുന്നേറുവാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോണ് ഒരു ദിവസം ഇതുപോലെ വയറിന് വേദനയായപ്പോൾ ഞാൻ ഓർത്തു, എടാ സ്റ്റോണിൻ്റെ വേദനയായല്ലോ, ഇനി ആശുപത്രി പോയേ പറ്റൂ എന്ന് ഞാൻ ആലോചിച്ചു. അന്നേരമാണ് ഓർത്തത്, എടാ മാതാവിൻ്റെ തൈലമുണ്ടല്ലോ, ഉടമ്പടി തൈലമുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനു പേടിക്കണം. ഉടമ്പടി തൈലം തേച്ചു ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ കല്ല് അതിനകത്തൂടെ വെളിയിൽ പോയി. അതുപോലെ തന്നെ എൻ്റെ മുട്ടിന് 2 മുട്ടിനും ഒരു വ്രണം പോലെ വന്ന് പൊട്ടി പഴുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ഡോക്ടറിനെ കണ്ടെടുത്ത് കൊണ്ടുപോയി ഇത് കീറണം, അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമേ ഉടമ്പടി തൈലം മാത്രമാണ് തേച്ചത്. അപ്പോൾ എന്നിട്ട് ഒരു കുറവില്ല. അപ്പോൾ എൻ്റെ കൊച്ചു കുഞ്ഞ് പറഞ്ഞു, അപ്പോൾ ഉടമ്പടി തൈലം മാത്രമല്ല, ഉടമ്പടി തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് തേക്കാൻ പറഞ്ഞു. അങ്ങനെ 2ഉം കൂടെ തേച്ചു തൊട്ടടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ ഒരു പാട് മാത്രമുണ്ട്, പഴുപ്പുമില്ല, ചോരയുമില്ല, ഒന്നുമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ അതുപോലെ തന്നെ ഈ കണ്ണിന് ഇൻഫെക്ഷൻ വന്നു, ഒരു ചുമപ്പും കാര്യങ്ങളുമൊക്കെ. അപ്പം പള്ളിയിൽ എന്തോ പ്രോഗ്രാമുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഡോക്ടറെ കാണിക്കുന്നില്ല, ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഈ തൈലവും ഉപ്പും മാത്രം, തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഇവിടെ തേച്ചു. വന്ന് വൈകുന്നേരമായപ്പം ഒരു ചുമപ്പുമില്ല, അവിടെ കണ്ണ് സാധാരണ നിലയിൽ തന്നെയാണ്. ഞാൻ എൻ്റെ ഏത് കാര്യങ്ങൾക്കും അതുപോലെ തന്നെയാണ്. ഒരു പൈശാചിക ബന്ധനമായിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ പപ്പ ഒരു ഓർമ്മശക്തി ഇല്ലാതെ പോലെ സംസാരിക്കുന്നു, മുളക് പൊടി എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നു, ചോറിനകത്ത് ചിലപ്പോൾ എടുത്ത് ഉപ്പിടുന്നു, അങ്ങനെയുള്ള കുറേ പൈശാചിക ബന്ധനങ്ങൾ ഭയങ്കരമായിട്ട് വന്നു. ഞാൻ ഉടമ്പടിയിലുമാണ്. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എടാ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി കാശിരൂപം ചെറുത് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റിക്കൊണ്ട് പോയി വീടിൻ്റെ അവിടെ കുഴിച്ചിട്ട്, അതുപോലെ തന്നെ ഉപ്പ് വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഇട്ട്, എന്നിട്ട് പപ്പായ്ക്ക് ഭക്ഷണത്തിൽ ഈ ഉപ്പ് ഇട്ട് കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഒരു സംഭവമേ ഞങ്ങളുടെ വീട്ടിലില്ല. മറ്റേ അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു. ഗ്യാസിൻ്റെ ഈ വർണറൊക്കെ പുള്ളിയെടുത്ത് കളയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓർമ്മയില്ലാതാണ്. പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോഴേ നമുക്ക് മനസ്സിലായി. അപ്പോഴും നമുക്ക് പൈശാചിക ബന്ധനങ്ങൾ ഇങ്ങനെ വരികയാണ്, നമ്മളെ ഉടമ്പടിയിൽ നിന്ന് മാറ്റുവാൻ. നമ്മുടെ ഉടമ്പടിയിൽ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു അത്രത്തോളം അനുഗ്രഹം നമുക്ക് കിട്ടും. ഞാനൊക്കെ മദ്യപാനത്തിന് ഭയങ്കര അടിമയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചിന്ത പോലുമില്ല. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തയില്ല. ഇപ്പോൾ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. ഞാൻ എൻ്റെ അതുപോലെ തന്നെ വൈഫ് ഉടമ്പടി എടുത്താണ്. വൈഫിനും ഇത് പറയാനുണ്ട്, വൈഫിൻ്റെ കൊടുക്കാം. എൻ്റെ പേര് ബിബിന എന്നാണ്. ഞാൻ 17 ഒക്ടോബറിലാണ് ഉടമ്പടി ആദ്യമായിട്ട് 2023 ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഞാൻ ഹൈ പ്രൊഫൈൽ ഉള്ള ഒരാളുടെ മെഡിക്കൽ ടീമിലുള്ള അംഗമാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് അവർക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം. അതിന് ഞങ്ങൾ ദുബായ് പോയ സമയത്ത് ഇതുപോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ 2 o'clock ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പേഷ്യൻ്റ് ഒത്തിരി ഡൗണായി അറസ്റ്റിൽ പോയി. അന്നേരം ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ മെഡിക്കൽ ടീമിലായിട്ട്.
അപ്പം ഉടനെ ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു സെർവൻറ്റ് വന്ന് വിളിച്ചു. ഞാൻ ഓടി ചെന്നപ്പം പേഷ്യൻറ്റിന് പൾസ് വൈറ്റൽസ് ഒന്നുമില്ല. എല്ലാം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം, പൾസ് ഓക്സിയൊക്കെ ആണെങ്കിലും 40-45 ആണ് O2 സാച്ചുറേഷൻ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വേഗം എന്തോ ചെയ്യാനാ, വേറൊരു കൺട്രി, ഇവരാണേലും ഹൈ പ്രൊഫൈൽ, വരുമ്പോഴേ അവർ നമ്മളോടാണ് ചോദിക്കുന്നത് എന്ത് പറ്റി, എന്താ കാര്യം എന്നെല്ലാം ചോദിക്കുന്നത് നമ്മളോടായിരിക്കും. നമ്മൾ വേണം അതിനെല്ലാം ആൻസർ പറയാനായിട്ട്. അപ്പം എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ആകെ പാടെ ഉള്ളത് മാതാവ് മാത്രമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ദുബായ് പോയിരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഞാൻ ദുബായ് പോവുമല്ലേ, അപ്പം ഞാൻ അവിടെ ഉള്ളവർക്ക് കൊടുക്കാം. അപ്പോൾ ഇവർ പെട്ടെന്നാണ് അത് ടിക്കറ്റ് പെട്ടെന്ന് എടുത്തു, തിരിച്ച് വന്ന റിട്ടേൺ പെട്ടെന്ന് തന്നെ ആക്കി. അപ്പോൾ എനിക്ക് പോയി കൊടുക്കാനോ ഒന്നും ചാൻസ് കിട്ടിയില്ല. അപ്പോൾ അന്നേരം ഉണ്ട് ഇവരിങ്ങനെ പോയ സമയത്ത് വേഗം പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഞാൻ ഓടിപ്പോയി നമ്മുടെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം പേഷ്യൻറ്റിന് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ വേഗം ഇവരുടെ മെഡിക്കൽ റെക്കോർഡ്സിനോടൊപ്പം തന്നെ ഈ പത്രമെല്ലാം എനിക്കറിയാവുന്ന ഭാഷയിലുള്ള 2 ഇംഗ്ലീഷും മലയാളവും എൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് ഞാൻ വേഗം അതെടുത്ത് വെച്ച് ഞാൻ അവിടെ പോയ സമയത്ത് അത് വലിയൊരു ഹോസ്പിറ്റലാണ്, കിങ് ഹോസ്പിറ്റൽ ലണ്ടൻ എന്ന് പറയും. അവിടെ ഞാൻ എല്ലാവർക്കും ഞാൻ കരഞ്ഞുകൊണ്ട്, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എനിക്ക് ചെയ്യാനായിട്ട്, ഇത് മാത്രമേ ഉള്ളൂ, നമ്മുടെ സൈഡിൽ നിന്നൊന്നുമില്ല, ഞാൻ ഏറ്റവും ബലഹീന, ഏറ്റവും ഒന്നും അറിയാൻ വയ്യാത്ത, ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ അവിടെയുള്ള സ്റ്റാഫിനും, മലയാളീസ് ആയിരുന്നു അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും കൊടുത്തു. ഞാനിങ്ങനെ പറഞ്ഞു, അവരുടെ റിലേറ്റീവ്സിന് പോലും ലാസ്റ്റ് അവർ പറയാൻ തുടങ്ങി, നിൻ്റെ ജീസസ് ക്രൈസ്റ്റ് കാരണമാണ് ഞാൻ, നിൻ്റെ മദർ മേരി കാരണമാണ് ഞാനിങ്ങനെ. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനുകൾക്കാണെങ്കിലും അതെ, അതുപോലെ തന്നെ അവരൊത്തിരി ഇമ്പ്രൂവായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. ഒത്തിരി മാതാവ് അന്നേരം അവർക്ക് തന്നെ അതിലൊരു വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട്, എൻ്റെ വിശ്വാസത്തോടുപരി മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചതിന് എനിക്ക് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ ഞാനൊരു സ്വപ്നം കണ്ടു, എനിക്കൊരു കൊന്ത മാതാവ് കൊണ്ടുത്തരുന്നതായിട്ട്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്റ്റാഫാണ്, അവൾ ഇറ്റലി വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അതേ സെയിം കളർ ഒരു കൊന്ത എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അത് കൊണ്ടു തന്നു. അതൊന്നും എനിക്ക് ഓർക്കാനേ പറ്റത്തില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, അതുപോലെ അച്ഛൻ്റെ പ്രസംഗമാണേലും വിജയകുമാർ സാറിൻ്റെ ടോക്കാണേലും എല്ലാം ഞാൻ കണ്ടിന്യൂസ് അത് കേൾക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തിയായിട്ട് ചെയ്യുന്നത് ഞാൻ ഈ ചില സംഘടനകളുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ഞാൻ മുൻകൈ എടുത്ത് അനാഥാലയങ്ങൾ സന്ദർശിക്കുവാനും അതുപോലെ രോഗികൾക്ക് പണം കൊടുക്കുന്നതിനും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ അനുഭവം ഓരോരുത്തരോട് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ പത്രം കൊടുക്കുന്നത്. അതുപോലെ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ കൊടുക്കത്തില്ല. ഞാൻ വീട്ടിൽ ചെന്നിരുന്നിട്ട് ആദ്യമേ അച്ഛൻ എഴുതിയിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി എടുത്തതിന് ശേഷം ഓരോരുത്തരുടെയും സാക്ഷ്യം വായിക്കും. എന്നിട്ട് ആ സാക്ഷ്യം പറഞ്ഞവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ആ സാക്ഷ്യത്തിലെ അനുഭവം അതേപോലെ മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് ആ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ആ പേപ്പർ മറ്റുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളാണെങ്കിലും ഇവിടുത്തെ സാക്ഷ്യങ്ങളാണെങ്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഈ ധ്യാനം തുടങ്ങുന്നതിന് മുന്നേ ബൈബിൾ എടുത്ത് ഇവിടെ വെക്കും. എന്നിട്ട് ധ്യാനം തുടങ്ങുന്നതിന് മുന്നേ തമ്പുരാനോട് പറയും, തമ്പുരാനെ ഈ സാക്ഷ്യം ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു വാക്യം തരണം. ആ വാക്യം എഴുതിക്കൊണ്ട് അതൊരു ക്യാപ്ഷനായിട്ട് എഴുതിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പത്രങ്ങൾ അക്രൈസ്തവ ബോംബെയിലാണ് ഞങ്ങൾ കൂടുതലും ഹിന്ദി പത്രങ്ങളാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഹിന്ദിയും മറാഠിയും പേപ്പറുകളാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങളിൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളായിരിക്കും അച്ഛൻ ഉറപ്പായിട്ട് ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനങ്ങൾ, ഓരോ ധ്യാനങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളെക്കുറിച്ചായിരിക്കും അച്ഛൻ പറയുന്നത്. നമ്മുടെ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അച്ഛൻ പറയും, അത് നമ്മളെക്കുറിച്ച് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതായിരിക്കും അച്ഛൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ മൂത്ത മോളും വന്ന് ഇന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞങ്ങൾ 3 പേരും ഉടമ്പടിയില്ല. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ 3 പേരും കൂടെ കൈ കോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇത്. 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന മുഖത്ത് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന തമ്പുരാനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 8-ാം തിരുവചനം. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ,
ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാനതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞോളുക. അനു സി ജോയ്, ബിബിന അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ വളരെ ശക്തമായി ഏറ്റുപറഞ്ഞ് നാം ശ്രദ്ധിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ക്രമീകരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ താൻ ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതക്രമമായ ഉടമ്പടിയെ സ്വീകരിച്ചത് എങ്ങനെയാണെന്നും, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഒരു സ്വപ്നദർശനത്തിലൂടെ ബിബിനയ്ക്ക് ലഭിച്ചതിനെക്കുറിച്ചുമെല്ലാം അവർ വളരെ കൃത്യമായി ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. ഏതൊരു അസ്വസ്ഥതയിലും ഏതൊരു രോഗാവസ്ഥയിലും ഏറ്റവും അടുത്ത ആൻറ്റിബയോട്ടിക് അവർക്കെന്ന് ഇവിടുത്തെ നേർച്ച വസ്തുക്കളാണ്. കുഞ്ഞിന് പോലും അത് മനസ്സിലായി. കാരണം കുഞ്ഞ് പപ്പയോട് പറയുന്നു, ഇനി തൈലം മാത്രമല്ല ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേണം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ അഭിഷേക വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന് ഈ കൊച്ചുകുഞ്ഞിന് പോലും മനസ്സിലാകാൻ തക്ക വിധം അവരുടെ ജീവിതത്തെ ദൈവം അത്രമാത്രം ക്രമീകരിച്ചു എന്ന് അനു ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായ അദ്ദേഹം ഇന്ന് വചനത്തിനു വേണ്ടി എത്രമാത്രം ദാഹിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു വചനം തരണമേ എന്ന് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ഈശോയുടെ ആ ദാഹം നമ്മിലേക്കും കൂടി ലഭിക്കുന്നതിൻ്റെ ഒരു വലിയ അടയാളം കൂടിയാണിത്. ഉടമ്പടിയിലേക്ക് നാം കടന്നു വരുമ്പോൾ എനിക്ക് അതും ഇതും തരണേ എന്നുള്ള ആ ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ അനുവിൻ്റെ ഒരു ജീവിത രീതി അങ്ങനെയായിരുന്നു. എനിക്ക് ജോലി വേണം, എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കണം. അതിൽ നിന്ന് തനിക്കൊരു തിരിച്ചടി വന്നപ്പോഴാണ് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇനി ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവരുടെ നിയോഗങ്ങൾ കൂടി. അതിലൂടെ അദ്ദേഹത്തിന് വലിയ ഒരു വെളിപാട് നൽകിയത് അദ്ദേഹം ഏറ്റുപറയുകയുണ്ടായി. ഞാൻ ആദ്യമായി പത്രം കിട്ടുമ്പോൾ പത്രത്തിലുള്ള എഡിറ്റോറിയൽ വായിച്ചതിന് ശേഷം ഓരോ സാക്ഷ്യങ്ങളും വായിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുവാനും കൂടുവാനും മറ്റുള്ളവർക്കൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ എൻ്റെ തന്നെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ജീവിത മാറ്റത്തെക്കുറിച്ച് ആണ് അദ്ദേഹത്തിന് ഇവിടെ ഏറ്റുപറയാനുള്ളത്. തൻ്റെ എല്ലാ ദുശ്ശീലങ്ങളും മാറ്റിവെച്ചു. അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നാം ഈശോയിലേക്ക് അടുക്കുന്തോറും നമ്മെ എത്രമാത്രം വിശുദ്ധീകരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ പൂർണ്ണമായി ബോധ്യമുണ്ടായി. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ഒരു പൈശാചിക ബന്ധനം, പപ്പയുടെ ഓർമ്മക്കുറവിനെ കുറിച്ചെല്ലാം ആ ഒരു രോഗാവസ്ഥയിലായിരുന്നാൽ തന്നെയാലും എപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിനെ വിശുദ്ധീകരിച്ച് ഒരു വീടിനെ തന്നെ ഈശോയുടെ സംരക്ഷണയ്ക്ക് ഏൽപ്പിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നതായി നാം കാണുകയാണ്. ചെറിയ അസ്വസ്ഥതകളിലെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്തുകൊണ്ട് എപ്പോഴും ഈശോയുടെ ആ സംരക്ഷണ വലയത്തിലായിരിക്കുവാൻ അനുവിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച എൻ്റെ സാക്ഷ്യമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും എല്ലാ പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ജെറമ്യ 33:3 എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായവ ഞാൻ നിനക്ക് കാണിച്ചു തരും. എൻ്റെ പേര് ജിൻസി അനിൽ. ഞാൻ UK-യിൽ സ്റ്റോക്ടൺ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇത് 2ാം തവണയും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഉയർത്തിയ കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഒരു എക്സാമിന് പാസ്സായതിനെ കുറിച്ചാണ്. 2023 ഞാൻ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടുന്ന് ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ UK-യിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ് നടക്കുന്ന സമയത്ത് തന്നെ 10 സ്റ്റേഷൻസാണുള്ളത് ഓസ്കിക്ക്. അപ്പോൾ ഒരു സ്റ്റേഷൻ ഫെയിലായാലും അത് ഫെയിലായിട്ടേ കണക്കാക്കുകയുള്ളൂ. അപ്പോൾ ഓസ്കി എക്സാമിന് ട്രെയിനിങ് തുടങ്ങിയ സമയം മുതൽ ഭയങ്കര ടഫായിരുന്നു. ഓരോ സ്റ്റേഷൻസും വല്ലാത്ത ടഫായിട്ട് തോന്നി. ഒന്നും എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ കൊണ്ടോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാ ദിവസവും മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ട്രെയിനിങ് കംപ്ലീറ്റായി ലാസ്റ്റ് മോക്ക് ടെസ്റ്റിൻ്റെ സമയത്തും ഓസ്കി ഫെയിലാവുക ചെയ്തത്.
അതിൽ പാസ്സായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ടൊന്നും നടക്കില്ലെന്നറിയാം. മാതാവിലാണ് ഞാൻ ഫുള്ള് പ്രതീക്ഷ വച്ചിരിക്കുന്നത്. മാതാവിനോടും തിരുക്കുമാറിനോടും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഓസ്കിയുടെ ഡേറ്റിൻ്റെ സമയത്ത് മാതാവ് തന്നെ എൻ്റെ എക്സാമിനറായിട്ട് വന്ന്, അല്ലാതെ ഞാൻ പാസ്സാവില്ല, വേറെ ആര് വന്നാലും പാസ്സാവാനായിട്ട് ഒരു ചാൻസും ഇല്ല. അപ്പം മാതാവ് തന്നെ വരണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഓസ്കി എക്സാമിന് കയറുന്നതിന് മുന്നേ ഒത്തിരി ചെക്കിംഗ് ഒക്കെ ഉണ്ട് അവിടെ, ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് ചെക്കിംഗ് ആണ്. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കയറുന്നതിന് തൊട്ട് മുന്നേ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഉപ്പ് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് പോയത്, കയറ്റാൻ പറ്റില്ല. എന്നാലും ഞാൻ കയറുന്നതിന് തൊട്ട് മുന്നേ ആരും ചവിട്ടാത്ത ഒരു സ്ഥലം നോക്കി വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഒരു 2 തരി അല്ലെങ്കിൽ 3 തരി എൻ്റെ കയ്യിൽ പറ്റി പിടിച്ചിട്ടിപ്പുണ്ടായിരുന്നു. അതും കൊണ്ടാണ് ഞാൻ ഓസ്കി സെൻറ്ററിൻ്റെ അകത്ത് കയറുന്നത്. അകത്ത് കയറി അപ്പം ഈ 2-3 തരിയേ ഉള്ളൂ. അത് ഞാൻ ആ ഒരു സൈഡ് നോക്കി, ആരും ചവിട്ടാത്ത ഒരു സ്ഥലം നോക്കി ഞാൻ അവിടെ ഇട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ എക്സാമിനറായിട്ട് വന്ന ഒരു ലേഡിയാണ്. അപ്പം പകുതി സമാധാനമായി, കാര്യം മാതാവ് വരണമെന്ന് പ്രാർത്ഥിച്ചതാണല്ലോ. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഓരോ സ്റ്റേഷൻസും ട്രെയിനിങ്ങിനേക്കാളും ഭയങ്കര ടഫായിട്ട് പോയി. ഞാൻ ഓർത്തു ഏതെങ്കിലും 10 സ്റ്റേഷനിൽ പല സ്റ്റേഷനുകളും ഫെയിലായി പോവും എന്ന് തന്നെ കരുതിയാണ് അറ്റൻഡ് ചെയ്തത്. ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ടെൻഷൻ കൂടി വന്നു. ഫസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പം നമ്മളെ പുറത്തേക്ക് ഇറക്കി വിടും, നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാം. അപ്പോൾ ആ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, വിശ്വാസ പ്രമാണം ചൊല്ലും. വീണ്ടും ഒരു സെക്കൻഡ് സ്റ്റേഷനിലേക്ക് വിളിക്കും. അപ്പോഴും ഓരോ സ്റ്റേഷനും ഭയങ്കര ടഫായിട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സാം എല്ലാം കഴിഞ്ഞു, തിരിച്ച് പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഭയങ്കര ടഫാണല്ലോ. വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഒരു സ്റ്റേഷൻ പോലും പോയിട്ടില്ല. 10 സ്റ്റേഷൻസും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. അത്രയും ഒരു ടഫെന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടാണ് എൻ്റെ എക്സാം കടന്നു പോയത്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന മാതാവിനും തിരുക്കുമാറിനും 1000 നന്ദി. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവിടെ എല്ലാ മാസവും കൃത്യമായിട്ട് തന്നെ ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നാട്ടിലേക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ഡ്യൂട്ടിയുടെ സമയത്ത് നമ്മുടേതല്ലാത്ത കുറേ, ഞാൻ കാർഡിയോളജിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഡ്രസ്സിങ്സൊക്കെ വരും. ഹാർട്ട് ഫെയിലറായി കഴിയുമ്പം നമ്മുടെ കാലിന് കീഴ്പോട്ട് ഒത്തിരി വൂൺസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര വലിയ വൂൺസായിട്ട് വരുന്നവർക്ക് എൻ്റേതല്ലാത്ത സ്റ്റാഫിൻ്റേത് ഞാൻ പോയി ചെന്നവരോട് ചോദിക്കും, ഞാൻ ആ ഡ്രസ്സിങ് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ആ ഡ്രസ്സിങ് ചെയ്തു കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ ഡ്യൂട്ടിയിലെ സ്റ്റാഫിനോടും നമ്മുടെ മലയാളികളല്ലാത്തവരോടും ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഇവിടുന്ന് ഞാൻ ഒക്ടോബറിലാണ് വന്നത്. ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ഓരോ പത്രത്തിലും ഉടമ്പടി തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. കാര്യം അവിടെ പല വീടുകളിലും അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരാണ് കൂടുതലും. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് തന്നെയാണ് പത്രം കൊടുത്തത്. അവർക്ക് അവരുടെ വീടുകളിൽ ഇത് വയ്ക്കുമ്പോൾ അവരത് വായിച്ചില്ലെങ്കിലും അത് വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ വീട് ഇരിക്കുന്ന, ആ പത്രം ഇരിക്കുന്ന സ്ഥലം അത് അനുഗ്രഹിക്കപ്പെടണം എന്ന് വിചാരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ വീടുകളിലേക്കും ഓരോരുത്തരുടെ കയ്യിലും ഞാൻ പത്രം പറഞ്ഞു കൊടുത്തു. അതുപോലെ അച്ഛൻ എൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും, അത് ഷെയർ ചെയ്യാറുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നത് പോലെ എനിക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടായാലും, അതുപോലെ ഡോക്യുമെൻ്റ് കയ്യിലില്ലെങ്കിൽ അച്ഛൻ പറയാറുണ്ട് നമ്മളത് ഓർത്ത് പ്രാർത്ഥിക്കാൻ, അത് വെച്ച് പ്രാർത്ഥിക്കും. അതുപോലെ ആരാധനകൾ അത് കണ്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും തിരുക്കുമാറിനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 145:16 അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ജിൻസിമോൾ എന്ന ഈ സഹോദരി തൻ്റെ ഓസ്കി എക്സാം അതേറെ ക്ലേശകരമായി സ്വയം അനുഭവപ്പെടുമ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ആ എക്സാം മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്
ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് അതിൻ്റെ ക്ലേശകരമായ ഓരോ മൊഡ്യൂളും അത് എഴുതി പൂർണ്ണമായി വിജയിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി നമുക്ക് സ്വയം കഴിവില്ല എന്ന് തിരിച്ചറിയുന്ന ഏതൊരു ജീവിത ദുരിത വിഷയത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവശക്തിയുടെ സഹായത്താൽ നമുക്കത് അനുഗ്രഹവും അനുഭവമായി തീരുന്നതിന് പ്രാർത്ഥിക്കുന്ന ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ജീവിത വിഷയവുമാവട്ടെ, ഒരിടത്ത് നമുക്കിനി സ്വയം മുന്നോട്ടധികം അത് കൊണ്ടുപോകുവാനാവില്ല, കൈവിട്ട് നിൽക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഏത് കാര്യത്തെയും ഈ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസത്തോടെ സമർപ്പിക്കാം. ഈ എന്തുകൊണ്ട് കൃപാസനത്തിൽ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഇത് സമർപ്പിക്കുന്നു എന്നതിന് ഒറ്റ ഉത്തരമേയുള്ളൂ. കാരണം ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവാണ് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണം എന്ന സന്ദേശം നൽകിയത്. ലോകത്ത് മറ്റൊരിടത്തും ആ ഒരു സന്ദേശം നൽകപ്പെട്ടിട്ടില്ല. അതാണ് കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ യുണീക്നെസ്സും. അതുകൊണ്ട് ആർക്കൊക്കെ ഏത് കാലത്ത് എവിടെയൊക്കെ ജീവിത ദുരന്തങ്ങളുണ്ടോ അത് ഏറ്റവും ശരണപ്പെട്ട മനസ്സോടെ ഈ അമ്മയുടെ സന്നിധാനത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ അമ്മ അത് ഏറ്റെടുക്കുകയും അത് ഏറ്റെടുക്കുന്ന അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ജീവിതക്രമമാണ് മരിയൻ ഉടമ്പടി എന്നത്. ഈ പ്രത്യക്ഷീകരണത്തിന് ശേഷം പിന്നീട് നാളുകൾ കഴിയുമ്പോൾ ജോസഫച്ചന് തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഉടമ്പടി, മരിയൻ ഉടമ്പടി എന്ന പ്രാർത്ഥനാ പദ്ധതി. അത് ഒരു ഗൗരവമുള്ള വിഷയം, അതീവ ഗൗരവമുള്ള വിഷയം. ദൈവസന്നിധിയിൽ നിന്ന് യാതൊരു മെറിറ്റുമില്ലാതിരിക്കെ നേടുവാൻ തക്കവിധം നമ്മൾ പ്രാപ്തരാകേണ്ടതിനും യോഗ്യരാകേണ്ടതിനും നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഉടമപ്പെടുത്തുന്നതിന് ദൈവം അനുവദിച്ചു നൽകിയിരിക്കുന്ന ഒരു കൃപാപര പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. നമ്മൾ ആ മരിയൻ ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തത നമ്മുടെ ജീവിത വിഷയങ്ങൾ വേഗം അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള കാരണമായിത്തീരുന്നു. അതിനെയാണ് സഹോദരി തൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് നേടുവാനാവില്ല, ജയിക്കുവാനാവില്ല എന്ന് ഉറപ്പിച്ചത് എൻ്റെ അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്താൽ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ആ പരീക്ഷ ഞാൻ അപ്പിയർ ചെയ്തപ്പോൾ വിജയത്തിന് എനിക്ക് കാരണമായെന്ന്. ജീവിതത്തിൻ്റെ ക്ലേശം അനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്ന വിഷയവും മേഖലയും ഏതുമാവട്ടെ, മരിയൻ ഉടമ്പടിയെടുത്ത് ജീവിതത്തെ പ്രത്യക്ഷീകരണ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെ കരം പിടിക്കും. നമ്മുടെ ജീവിതം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടും. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്